ഭഗവതേ വാസുദേവായ. ഓം നമോ 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 ഭഗവതേ വാസുദേവായ. കൃഷ്ണ ഹരേ കൃഷ്ണ. ഭഗവത്ഗീത അധ്യായം 14, പുതിയ അധ്യായം, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ശ്ലോകം 1, 2. ശ്ലോകം 1. ശ്രീ ഭഗവാനുവാച. ശ്രീ ഭഗവാനുവാച. പരം ഭൂയാം പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയ സർവേ പരാം സിദ്ധിം ഇതോ ഗദാ. ശ്രീ ഭഗവാനുവാച. ശ്രീ ഭഗവാനുവാച. പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയഃ സർവേ പരാം സിദ്ധിമിദോ ജനാഗതാ. ശ്രീ ഭഗവാനുവാച. ശ്രീ ഭഗവാനുവാച. പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയഃ സർവേ പരാം സിദ്ധിമിദോ ഗതാ. ശ്രീ ഭഗവാനുവാച. പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയഃ സർവേ പരാം സിദ്ധിമിദോ ഗതാ. ഹരേ കൃഷ്ണ പൂജി. ശ്രീ ഭഗവാനുവാച. പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയഃ സർവേ പരാം സിദ്ധിമിദോ ഗതഃ. ശ്രീ ഭഗവാനുവാച. ശ്രീ ഭഗവാൻ പറഞ്ഞു, ജ്ഞാനാനാം ജ്ഞാനങ്ങളിൽ വെച്ച് ഉത്തമവും പരമവുമായ അല്ലെങ്കിൽ അഭൗതികവുമായ ജ്ഞാനത്തെ ഭൂയ വീണ്ടും പ്രവക്ഷ്യാമി ഞാൻ ഉപദേശിച്ചു തരാം. യാതൊന്നിനെ ജ്ഞാത്വ അറിഞ്ഞിട്ട് സർവേ മുനയ സകല മുനികളും ഇതിൽ അല്ലെങ്കിൽ സംസാരത്തിൽ നിന്ന് പരാം സിദ്ധിം പരമമായ സിദ്ധിയെ ഗത പ്രാപിച്ചു. വിവർത്തനം. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, ഏതൊന്നറിഞ്ഞതുകൊണ്ടാണോ ഋഷികളെല്ലാം തികഞ്ഞ പരിപൂർണ നേടിയിട്ടുള്ളത്, സർവോത്കൃഷ്ടമായ ആ പരമജ്ഞാനത്തെപ്പറ്റി ഞാൻ വീണ്ടും നിന്നോട് പറയാം. ഭാവാർത്ഥം ബൈ എ.സി. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദിക്ക്. 7-ാം അധ്യായം മുതൽ 12-ാം അധ്യായത്തിന്റെ അവസാനം വരെ നിരപേക്ഷ തത്വമായ പരമദിവ്യോത്തമ പുരുഷനെ ശ്രീകൃഷ്ണൻ വിശദമായി വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ ഭഗവാൻ തന്നെ വീണ്ടും അർജുനെ ബോധദീപ്തനാക്കുന്നു. തത്വജ്ഞാനപരമായ ഊഹാപോഹ പ്രക്രിയയിലൂടെ ഈ അധ്യായത്തെ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് ഭക്തിയുത സേവനത്തിന്റെ പ്രഭാവം സ്പഷ്ടമാകും. വിനയപൂർവ്വം അറിവ് നേടിയെടുക്കുന്നവർക്ക് ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മോചനം നേടാൻ കഴിയുമെന്ന് 13-ാം അധ്യായത്തിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രകൃതിയിലെ ത്രിഗുണങ്ങളുമായുള്ള സമ്പർക്കത്താലാണ് ജീവസത്ത ഭൗതിക ലോകത്തിൽ കുരുങ്ങുന്നതെന്നും പറഞ്ഞു. ആ പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്തെല്ലാമെന്നും അവ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ആത്മാവിനെ അവ കുടുക്കിൽപ്പെടുത്തുന്നതും മോചിപ്പിക്കുന്നതും ഏതേതു വിധത്തിലെന്നും ഈ അധ്യായത്തിൽ പരമപുരുഷൻ വിവരിക്കുന്നു. ഇവിടെ വിവരിക്കപ്പെട്ട ജ്ഞാനം മറ്റധ്യായങ്ങളിൽ വെളിവാക്കപ്പെട്ട ജ്ഞാനത്തെക്കാൾ ഉത്കൃഷ്ടമാണെന്ന് പരമപുരുഷൻ തന്നെ പ്രഖ്യാപിക്കുന്നു.
ഈ ജ്ഞാനം നേടിയതുകൊണ്ടാണ് അനേകം ഋഷിവര്യന്മാർ പരിപൂർണയിൽ എത്തിയതും ആധ്യാത്മിക ലോകത്തിലേക്ക് കടന്നതും. അതേ ജ്ഞാനത്തെ തന്നെയാണ് ഭഗവാൻ ഇവിടെ കുറെ കൂടി ഭംഗിയായി വിശദീകരിക്കുന്നത്. ഇതുവരെ പ്രതിപാദിക്കപ്പെട്ട ജ്ഞാനപ്രക്രിയകളേക്കാൾ ശ്രേഷ്ഠതയുള്ള ഉണ്ടിതിന്. ഇതറിഞ്ഞിട്ട് പലരും പരിപൂർണത നേടിയിട്ടുമുണ്ട്. തന്മൂലം ഈ 14-ാം അധ്യായം സശ്രദ്ധം പഠിക്കുന്നവർക്ക് പരിപൂർണത നേടാം. കൃഷ്ണ പൂജ. ഹരേ കൃഷ്ണ. ശ്ലോകം 2. ഇതം ജ്ഞാനം ഉപാശ്രിത്യ മമ സാധർമ്മ്യം ആഗതഃ സർഗേ അപി ഉപജായന്തെ പ്രളയേ വ്യഥന്തി ച. ഇദം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമ്മ്യമാഗതാഃ സർഗേ വിനോപജായന്തെ പ്രളയേന വ്യഥന്തി ച. ഇദം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമ്മ്യമാഗതാഃ സർഗേ വിനോപജായന്തെ പ്രളയേന വ്യഥന്തി ച. മഹാദേവൻ. ശ്രീകൃഷ്ണ. ഇദം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമ്മ്യമാഗതാഃ സർഗേ വിനോപജായന്തെ പ്രളയേന വ്യഥന്തി ച. ഇതം ജ്ഞാനം, ഈ ജ്ഞാനത്തെ, ഉപാശ്രിത്യ ആശ്രയിച്ച്, മമ എന്റെ, സാധർമ്മ്യം സമാനഭാവം, ആഗതാഹ പ്രാപിച്ചത്, സർഗേ അഭി സൃഷ്ടികാലത്ത് ന ഉപജായതേ ജനിക്കുന്നില്ല, പ്രളയെ പ്രളയകാലത്ത് ന വ്യഥന്തിച്ച ദുഃഖിക്കുന്നില്ല. നിവർത്തനം. ഈ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് എന്റേതിന് സമാനമായ അതീന്ദ്രിയ ഭാവത്തെ പ്രാപിക്കാൻ കഴിയും. അങ്ങനെ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ഒരുവൻ സൃഷ്ടികാലത്ത് ജനിക്കുകയുമില്ല, പ്രളയകാലത്ത് ആകുലചിത്തനാവുകയുമില്ല. തികഞ്ഞ ആധ്യാത്മിക ജ്ഞാനം ലഭിച്ചാൽ മനുഷ്യൻ ഗുണങ്ങൾ കൊണ്ട് പരമവിദ്യോത്മ സൂചിക്കാനും അയാൾ ആവർത്തിച്ചുള്ള ജനനമരണങ്ങളിൽ നിന്ന് എന്നാൽ വ്യക്തിഗത നിലയിലുള്ള നഷ്ടമാകുന്നില്ല. പരബ്രഹ്മത്തിലെ വിദ്യഗ്രഹങ്ങളിലെത്തിയ മുക്താത്മാക്കൾ പ്രേമപൂർവ്വം നിത്യമായ ഭഗവത്സേവനത്തിൽ ഏർപ്പെട്ട് ഭഗവത് പാതാരവിന്ദങ്ങളിൽ മനസ്സുറപ്പിക്കുകയും എന്ന് വേദങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് മുക്തി നേടിയാലും ഭക്തന്മാർക്ക് തങ്ങളുടെ വ്യക്തിഭാവം നഷ്ടപ്പെടുന്നില്ല. ഭൗതിക ലോകത്തിൽ നമുക്ക് കിട്ടുന്ന അറിവെന്തും പൊതുവെ ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങളാൽ ഭൂഷിതമാണ്. ത്രിഗുണ ദൂഷിതമാകാത്ത ജ്ഞാനത്തെ അതീന്ദ്രിയ ജ്ഞാനമെന്ന് പറയുന്നു. അതീന്ദ്രിയ ജ്ഞാനസ്ഥിതനായ ജീവാത്മാവ് പരമപുരുഷന്റെ നിലവാരത്തിൽ എത്തിച്ചേരുന്നു. സ്ഥൂല ശരീരത്തിന്റെ ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്ന് മുക്തനായാൽ ലഭിക്കുന്ന ആധ്യാത്മിക വ്യക്തിത്വത്തിന് വൈവിധ്യങ്ങളില്ല, രൂപമില്ലാതായി തീരുന്നുവെന്നുമാണ് പരവ്യോമത്തെ പറ്റി അറിയാത്തവരുടെ വിശ്വാസം. എന്നാൽ ഈ ഭൗതിക ലോകത്തിലുള്ളതുപോലെ ആധ്യാത്മിക ലോകത്തിലുമുണ്ട് വൈവിധ്യം. ഇതിനെക്കുറിച്ച് അജ്ഞരായവർ ആധ്യാത്മിക അസ്തിത്വം ഭൗതിക വൈവിധ്യത്തിന് എതിരാണെന്ന് കരുതുന്നു. വാസ്തവത്തിൽ പരവ്യോമത്തിൽ ആത്മീയമായ രൂപം ലഭിക്കുമെന്നുള്ളതാണ് സത്യം. അവിടെ ആത്മീയങ്ങളായ പ്രവർത്തനങ്ങളുണ്ട്. ആധ്യാത്മിക സ്ഥിതിയെ ഭക്തിനിഷ്ഠമായ ജീവിതം എന്ന് പറയാം. അവിടെ അന്തരീക്ഷം മാലിന്യരഹിതവും ജീവാത്മാവ ഗുണത്തിൽ ഭഗവത് സദൃശനുമാണ്. ഈ അറിവ് ലഭിക്കുന്നതിനായി ഒരാൾക്ക് എല്ലാ ആധ്യാത്മിക ഗുണങ്ങളും വളർത്തിയെടുക്കേണ്ടി വരും. അങ്ങനെ ആധ്യാത്മിക ഗുണങ്ങൾ വളർത്തിയെടുത്തവരെ ഭൗതികത്തിന്റെ ഉത്പത്തിയോ പ്രളയമോ ബാധിക്കുകയില്ലതാണ്. ഹരേ കൃഷ്ണ. ഓം ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗതാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച
ശ്രീരൂപം സാഗരജാതം സകലരഘുനാഥാൻവിതം തം സജീവൻ സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാൻവിതാംശ്ച നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശകാരിണേ നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനേ ശ്രീഭാഷഭാനവീ ദേവി ദൈത്യായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധവിജ്ഞാനദായിനേ പ്രഭവേ നമഃ മാധുര്യോജ്ജലപ്രേമാഢ്യാരൂപാനുഗാ ഭക്തിദാം ഗൗരകരുണാശക്തിവിഗ്രഹായ നമസ്തുതേ നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനധാരിണേ രൂപാനുഗാ വിരുദ്ധപസിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ നമോ ഗൗരകിശോരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജയേ തേ നമഃ നമ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായ തേ ഗൗരാവിർഭവഭൂമേസ്ത്വം നിർദ്ദിഷ്ട സജ്ജനപ്രിയാ വൈഷ്ണവസാർവഭൗമൗ ശ്രീജഗന്നാഥായ തേ നമഃ ശ്രീകൃപാസനാതനാം ഭട്ടരഘുനാഥ ശ്രീജീവഗോപാലഭട്ട ദാസരഘുനാഥ एचाय गौशाय कोरि चरण बंदन जामो ते विज्ञानाश अभीष्ट पूरण वांचा कल्पद्रुवस्य कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः नमो महावदन्याय कृष्ण प्रेमप्रदायते कृष्णाय कृष्णचैतन्य नाम्ने गौरत्युषे पंचतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तियं हे कृष्णा करुणा सिन्धो दीनबन्धो जगल्पदे गोपेशा गोपिका कान्दा राधा कान्दा नमस्तुते जयदां सरदो पङ्गोर्मम मन्दमदे गदे मत्सर्वस्वमदाम्भोजो राधा मदनमोहनो दिव्यावृन्दारण्यकल्पद्रुमदां श्रीमद्रत्नाकरसिंहासनस्थो श्रीमद्राधा श्रीलगोविन्ददेवो वैष्ठालभिसेव्यमानो स्मरामि श्रीमन् रासरसारम्भिवंशीवडतडस्थितः कर्षन् वेणुसुनेर्गोपी गोविनादश्येत्ना तदाञ्जनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे हरे श्री भगवानुवाच परं भूय प्रवक्ष्यामि ज्ञानानां ज्ञानमुत्तमं यज्ञात्वा मुनयः सर्वे परां सिद्धिमदो गदा പരമദിവോക്തപുരുഷൻ പറഞ്ഞു, ഏതെന്ന് അറിഞ്ഞുകൊണ്ടാണോ ഋഷികളെല്ലാം തികഞ്ഞ പരിപൂർണം നേടിയിട്ടുള്ളത്, സർവോത്കൃഷ്ടമായ ആ പരജ്ഞാനത്തെ പറ്റി ഞാൻ വീണ്ടും നിന്നോട് പറയാം. ഹരേ കൃഷ്ണ. ശീലപ്രഭാത പപ്പട്ട് പറയുന്നത് പല കാര്യങ്ങളും ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് അത് നമുക്ക് ഉള്ളിൽ നന്നായിട്ട് പതിയാൻ വേണ്ടി. ഇപ്പോൾ ജീവാത്മാവിൻ്റെയും ഭഗവാന്റെയും ശരീരത്തിന് വ്യത്യാസം 2 മുതൽ 2-ാം അധ്യായത്തിലെ 12 മുതൽ 30 വരെ ശ്ലോകങ്ങളിൽ 19 ശ്ലോകങ്ങളിൽ പല തരത്തിൽ വിവരിക്കുന്നുണ്ട്. പക്ഷെ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മുടെ കണ്ടീഷൻ അത്രയാണ്. ഒരു കാര്യം പല രീതിയിൽ പല കോണിൽ കൂടെ
പല ദൃഷ്ടികോണിൽ കൂടെ ഭഗവാൻ വിവരിക്കും. അപ്പോൾ അത് മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് ഏതെല്ലാം കോണ്ടെക്സ്റ്റ് നോക്കാം, ആ സബ്ജക്റ്റിൻ്റെ കോണ്ടെക്സ്റ്റ് നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ എല്ലാം ഉൾക്കൊള്ളണം. അപ്പോഴാണ് ജ്ഞാനം പരിപൂർണമാവുന്നത്. അല്ലെങ്കിൽ ജ്ഞാനം ഏതെങ്കിലും വൺ സൈഡ് ലെഫ്റ്റ് സൈഡ് ആയിരിക്കും, ഏതെങ്കിലും ഭാഗത്ത് മാത്രം നിൽക്കും. പരിപൂർണ്ണ ജ്ഞാനം വെച്ചാൽ ഓൾറൗണ്ട് നോളജ്. ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള എല്ലാ വശങ്ങളും പഠിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ജ്ഞാനമാകൂ. പൂർണ്ണമാകുന്നത് ഭഗവാനാണ്. ആ പൂർണ്ണതയിൽ എത്തുന്നത് ഭഗവാനിലേക്കാണ്. അപ്പോൾ ഭഗവാനെ കുറിച്ച് ജ്ഞാനമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ജ്ഞാനം എന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് അധികവും 7-ാം അധ്യായത്തിൽ 7-ാം അധ്യായം മുതൽ 12-ാം അധ്യായം വരെയുള്ള നമ്മുടെ ഭക്തിയോഗ അതിലാണ് കൂടുതൽ ഭഗവാനെ കുറിച്ച് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം ജ്ഞാനം എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിൽ കാര്യമായിട്ട് വരുന്ന പ്രകൃതിയും ജീവാത്മാവാണ്. പ്രകൃതിയും ജീവാത്മാവും കൂടിക്കലർന്നിരിക്കുന്നു എന്ന് അവസാനം നമ്മുടെ 13-ാം അധ്യായത്തിലെ 27-ാം ശ്ലോകം നമ്മൾ പഠിച്ചിട്ടുണ്ട്. യാവത് സഞ്ജായതേ കിഞ്ചിത് സത്യം സ്ഥാവരജംഗമം ക്ഷേത്രജ്ഞോ സംയോഗം തദ്വിധി പരദർശവ. അപ്പോൾ ജീവാത്മാവും പ്രകൃതിയും കൂടി ചേർന്ന് നിൽക്കുമ്പോഴാണ് ഭൗതിക പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനം നോക്കുന്നത്. അത് നമ്മൾ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ജ്ഞാനം, പ്രകൃതിയും ജീവാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം 13-ാം അധ്യായത്തിൽ പറഞ്ഞ ശേഷം ഇത് പുതിയ ആംഗിൾ കൂടെ പറയാണ്. ഇതാണ് ഗുണം വഴി എങ്ങനെയാണ് ഒരു ജീവാത്മാവ് പ്രകൃതിയിൽ നിക്ഷിപ്തമാകുന്നത്, പ്രകൃതി ബന്ധിതനാകുന്നത് എങ്ങനെയാണെന്ന് പറയും. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ജ്ഞാനം പല രീതിയിലുള്ള ജ്ഞാനം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 10-ാം അധ്യായത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഇതുപോലെ പറയുന്നുണ്ട് ഭഗവാനോട് ഭൂയ ഏവ മഹാബാഹോ ശൃണു മേ പരമം വച യത്തേഹം പ്രിയമാണായാം വക്ഷ്യാമി ഹിതകാമ്യയാം. 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് എല്ലാ രാജയോഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അല്ലേ. 9-ാം അധ്യായം സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയാണല്ലോ. ഇതം തേ ഗുഹ്യതമം പ്രവക്ഷ്യാമി അനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വ മോക്ഷസ്യ അശുഭ. 9-ാം അധ്യായം സ്റ്റാർട്ടിങ് അങ്ങനെയാണ്. ഏറ്റവും ഉത്തമമായിട്ടുള്ള ജ്ഞാനം ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഏത് വഴി അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മോക്ഷസ്യ അശുഭ. ജ്ഞാനം വിജ്ഞാനസഹിതം, ജ്ഞാനവും വിജ്ഞാനവും ചേർന്നിട്ടില്ല. തിയറിറ്റിക്കൽ നോളജ് ആൻഡ് പ്രാക്ടിക്കൽ നോളജ്. ഓർ പ്രാക്ടിക്കൽ നോളജ് നമുക്കത് ഭക്തിയിലേക്ക് വരാൻ പറ്റും. ഡിവോഷൻ സർവീസസ് അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി യജ്ഞാത്വ മോക്ഷസ്യ അശുഭാത്. ശുഭാന്ന് വെച്ചാൽ എന്താണ്? ബന്ധനം തന്നെ. അശുഭങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റും എന്ന് 9-ാം അധ്യായത്തിൽ പറഞ്ഞ ശേഷം 10-ാം അധ്യായത്തിൽ പറഞ്ഞ ഭൂയ ഏവ മഹാബാഹു ശൃണുമേ പരം വച യത്തേഹം പ്രിയമാണായ ഭക്ഷ്യാമി ഹിതകാമ്യയാം. വീണ്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പരമം വച, വളരെ ഏറ്റവും ഇതിനേക്കാൾ ഉത്തമമായിട്ട് കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതെല്ലാം പൂർണ്ണമായിട്ടുള്ള ഭക്തിയെക്കുറിച്ചിട്ടുള്ള നോളജാണ്. ഭക്തിയെക്കുറിച്ച് നോളജ് എന്ന് പറയുമ്പോൾ ജീവാത്മാവിനും ഭഗവാനും തമ്മിൽ ബന്ധപ്പെട്ടുള്ളതാണ്. ജ്ഞാനം 13-ാം അധ്യായം മുതൽ ജ്ഞാനത്തിൻ്റെ ജ്ഞാനയോഗം പറയുമ്പോൾ 13 അടുത്ത 5 അധ്യായങ്ങൾ 18 അധ്യായങ്ങളിൽ ജ്ഞാനയോഗം പറയുമ്പോൾ കൂടുതൽ ജീവാത്മാവും പ്രകൃതിയും തമ്മിൽ ബന്ധപ്പെട്ടു. 7-ാം അധ്യായം 12-ാം അധ്യായം വരുന്ന 6 അധ്യായങ്ങളിൽ ജീവാത്മാവും ഭഗവാനെ കുറിച്ചുള്ള നോളജിനാണ്. അവിടെയും ഈ പറഞ്ഞ ഹയർ ആൻഡ് ലോവർ ആയിട്ടുള്ള നോളജ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭൗതിക പ്രകൃതി നമ്മൾ മനസ്സിലാക്കി 13-ാം അധ്യായത്തിൽ ആദ്യം തന്നെ ആ അധ്യായത്തിൻ്റെ ഒരു ബ്രേക്കപ്പ് നോക്കാം. 27 ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. അത് 5 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ
ആദ്യത്തെ 4 ശ്ലോകം 1 മുതൽ 4 വരെ ശ്ലോകങ്ങൾ ലിബറേഷൻ ആൻഡ് കണ്ടീഷനിങ് ഓഫ് ലിവിങ് എൻറ്റിറ്റീസ്. ജീവാത്മാവിൻ്റെ ലിബറേഷൻ കണ്ടീഷൻ. ആദ്യത്തെ 2 ശ്ലോകങ്ങൾ ലിബറേഷൻ പറ്റി പറഞ്ഞു. പിന്നത്തെ 3ഉം 4ഉം ഇതിനാണ് കണ്ടീഷനിങ് പറ്റിയേ പറഞ്ഞു. എങ്ങനെയാണ് ബന്ധിതനാകുന്നത്. രണ്ടാമത്തെ സെക്ഷൻ 5 മുതൽ 9 വരെ ശ്ലോകങ്ങൾ മോഡ്സ് ബൈൻഡ് യുവർ സോൾ. എങ്ങനെയാണ് ഈ പറഞ്ഞ ബന്ധനം, അത് മോഡ്സ് വഴിയാണ്. അപ്പോഴാണ് അവിടെ ഗുണങ്ങളെ പറ്റി പരാമർശം. 10 മുതൽ 13 വരെയുള്ള 4 ശ്ലോകങ്ങൾ റെക്കഗ്നൈസിങ് മോഡ്സ് സുപ്രമസി. നമ്മൾ ഗുണങ്ങളുടെ മേൽക്കോയ്മ മനസ്സിലാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണങ്ങൾ തമ്മിൽ ഒരു മത്സരമുണ്ട്. അത് നമുക്കറിയാം. ചിലപ്പോൾ സത്വഗുണം മുന്നിട്ട് നിൽക്കും, ചിലപ്പോൾ സത്വഗുണത്തിനെ താഴ്ത്തിക്കൊണ്ട് രജോ ഗുണം മുന്നോട്ട് ഉയർന്നു വരും, രജോ ഗുണത്തിന് താഴ്ത്തിക്കൊണ്ട് തമോ ഗുണം കയറി വരും. നിരന്തരം അവർ തമ്മിൽ മത്സരമുണ്ട്. അത് നമ്മുടെ ഒരു ദിവസത്തിൽ നമുക്ക് ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ടൈമിൽ ഫീൽ ചെയ്യാൻ പറ്റും. അത് മുൻജന്മങ്ങൾ നമ്മൾ ഏത് തരം കർമ്മങ്ങളാണ് ചെയ്തത് അതനുസരിച്ചാണ് നമുക്ക്. 4ാമത്തെ സെക്ഷൻ 14 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങൾ 5 ശ്ലോകങ്ങൾ ആക്ടിങ് ആൻഡ് ഡൈങ് വിത്തിൻ ദ മോഡ്സ്. ഗുണത്തിൽ നിന്ന് പ്രവർത്തനം, ഗുണത്തിൽ നിന്ന് മരണം. ഗുണത്തിൽ നിന്ന് ഏതൊക്കെ 3 തരത്തിലുള്ള ഗുണങ്ങളിൽ നിന്ന് ഞാൻ ഏത് തരത്തിലുള്ള ഡെസ്റ്റിനേഷനാണ് വരാൻ പോകുന്നത്, എവിടെ എത്തിച്ചേരുന്നു. 3 ഗുണങ്ങളും എത്തിച്ചേരുന്നത് 3 മൂന്നിലേക്കാണ്. അത് എവിടേക്ക് എത്തുന്നു? സത്വഗുണത്തിൽ ഇരുന്ന ആള് മരിക്കുമ്പോൾ എവിടെ എത്തുന്നു? രജോ ഗുണത്തിൽ മരിക്കുന്ന ആള് എവിടെ എത്തിപ്പെടുന്നു? തമോ ഗുണത്തിൽ മരിക്കുന്ന ആള് എവിടെ എത്തുന്നു? ഇതാണ് ഈ 5 ശ്ലോകങ്ങൾ. അവസാനത്തെ 9 ശ്ലോകം 19-27 എങ്ങനെയാണ് ഗുണങ്ങളെ അതിജീവിക്കാം, അതിക്രമിക്കാം, ട്രാൻസെൻഡിങ് ദ മോഡ്സ്. ഇതാണ് ഈ അധ്യാത്മിക സബ്ജക്ട് മാറ്റർ, ഗുണങ്ങളെ കുറിച്ച്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ അവസാനത്തെ സെഷനിൽ ജീവാത്മാവും ശരീരം കൂടി കലർന്നിട്ടുള്ള യുണൈറ്റിയാണ്. അതിനുശേഷം ഇതിന്ന് പുറത്തു വരുന്നതിന് മോക്ഷം എന്ന അവസാനത്തെ ശ്ലോകത്തിൽ പറയും. അപ്പൊ എങ്ങനെ ഈ ജീവാത്മാവ് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുന്നു എന്ന് 22ാം ശ്ലോകത്തിൽ പറയുന്നു. പുരുഷ പ്രകൃതിസ്ഥോ ഗുണത്തെ പ്രകൃതിജയ ഗുണാൻ കാരണം ഗുണസംഗസ്യ സദസത് യോജന്മസു. പുരുഷൻ ബേസിക്കലി എൻജോയറാണ്. എൻജോയ്മെന്റ് ആ ടെൻഡൻസി അതിൻ്റെ സ്വഭാവമാണ്. കാരണം ഈ സ്വഭാവം എന്നത് ഭഗവാന്റെ സ്വഭാവമാണ്, ഭഗവാന്റെ അംശമാണ് നമ്മൾ. അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും ആനന്ദം, ഈസ് ഓൾവേസ് സുപ്രീം എൻജോയ്. ആനന്ദത്തിൽ മാത്രം ഇരിക്കുന്ന ആളാണ് എപ്പോഴും. ഭഗവാൻ അങ്ങനെ വ്യസനമോ ദുഃഖമോ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു പരിപാടിയില്ല, ഭയമോ എപ്പോഴും ആനന്ദമാണ്, ഉല്ലാസത്തിലാണ്, ഉല്ലസിക്കുന്ന ആനന്ദമാണ് ഭഗവാൻ. അപ്പോൾ ജീവാത്മാവ് അതേപോലെ ആനന്ദത്തിലെ അവിടെ ജീവാത്മാൻ ആനന്ദം ചെയ്യാൻ സെക്കൻഡറി. ഭഗവാനെ ആനന്ദം കണ്ടുകൊണ്ട്, ഭഗവാനെ ആനന്ദം നൽകിക്കൊണ്ട്, ഭഗവാനെ സേവ് ചെയ്ത് ഭഗവാനെ നൽകിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദമാണ് ജീവാത്മാവിന്റെ യഥാർത്ഥ ആനന്ദം. അല്ലാതെ പ്രൈമറി ഭഗവാന്റെ ആ പ്രൈമറി ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് എൻജോയർ എന്നുള്ള പ്രൈമറി എൻജോയർ, സേവ സ്വീകരിച്ചുകൊണ്ട് എൻജോയ് ചെയ്യുന്നത് ഭഗവാൻ, സേവ നൽകിക്കൊണ്ട് ഭഗവാൻ എൻജോയ് ചെയ്യുന്നത് ജീവാത്മാവ്. ഇതാണ് നമ്മുടെ രണ്ടുപേരുടെയും, ജീവാത്മാവിന്റെയും ഭഗവാന്റെയും ആസ്വാദനത്തിന്റെ വ്യത്യാസമാണ്. 2 തലങ്ങളാണ്. പക്ഷെ അത് നമ്മൾ മറന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മളുടെ ഭൗതികത്തിൽ. ആ ഭൗതികത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ എൻജോയ്മെന്റ് ടെൻഡൻസി അവിടെ നിൽക്കുന്നത്. കാരണം നമ്മുടെ സ്ഥായിയായിട്ടുള്ള സ്വഭാവമാണ്. പ്രകൃതിയുമായിട്ട് കൂട്ടിക്കലർന്നുകൊണ്ട് അത് ഉണ്ടാക്കി തരുന്ന സാധനമല്ലാതെ ദ്വൈതവാദികളെ ബാധിക്കുന്നത് ആ പ്രകൃതിയിൽ വളർന്നുകൊണ്ടാണ്, പ്രകൃതിയിലായിട്ട് സമ്പർക്കം കൊണ്ടാണ് ഈ എൻജോയ്മെന്റ് ടെൻഡൻസി ജീവാത്മാവുണ്ട്. അല്ലാതെ ജീവാത്മാവ് സ്വാഭാവികമായിട്ട് ഇനേർട്ടാണ്, അതിന് യാതൊരു ചലനമില്ല, നിശ്ചലമാണത്. അത് അവരുടെ
ബദ്ധധാരണ. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എല്ലാം ബദ്ധമാണ്. ജീവാത്മാവ് എപ്പോഴും ആനന്ദമുണ്ട്. രാമസ്വാമിയുടെ ബോധം വിസ്തരിച്ച് പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ജീവാത്മാവിന്റെ സായിയായിട്ട് സ്വഭാവം ആനന്ദമാണ്. പക്ഷെ പ്രകൃതിയിൽ എത്തിക്കഴിയുമ്പോൾ എന്താണ്, അത് ഗുണമായിട്ട് പെടുമ്പോ ഗുണം പ്രകൃതി ഒരുക്കുന്ന ഈ വിഭവങ്ങള് അസുഖം. അതാണ് പ്രകൃതി വിഷ പ്രകൃതിസ്ഥോ ഗുണത്തെ പ്രകൃതി ജയ ഗുണാൻ. അതിനാണ് കാരണം ഗുണസം. അപ്പൊ അതുമായിട്ട് ഗുണങ്ങളായിട്ട് കൂട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ സദസ് യോനി ജന്മസ്, പല പല യോനികളും പല പല രൂപങ്ങളും കൊണ്ട് പല ഇങ്ങനെ നിരന്തരം ഇങ്ങനെ നമ്മൾ ഭ്രമിച്ചുകൊണ്ടിരിക്കും. ഭ്രമണം ഭ്രമിച്ചത് ഭ്രമണം. ഇതാണ് കാരണം. അപ്പൊ അതാണ് കണക്ഷൻ. 13th 14th കണക്ഷനാണ് ഗുണത്തിൽ നിന്നുകൊണ്ട്. അപ്പൊ ഈ ഗുണങ്ങൾ എന്താണെന്ന് അർജുനന് അറിയണം. ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഗുണങ്ങളെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. എന്താണ് ഈ ഗുണങ്ങൾ? എത്ര തരത്തിലുള്ള ഗുണങ്ങളുണ്ട്? എങ്ങനെയാണ് ഗുണവുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടാകുന്ന എപ്പോഴാണ്? അങ്ങനെ സമ്പർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഫലം എന്താണ്? അപ്പോ ഈ ഗുണത്തിൽപ്പെട്ട ജീവാത്മാവിന്റെ കണ്ടീഷൻസ്, ബദ്ധ ജീവാത്മാവിന്റെ സ്വഭാവങ്ങൾ എന്താണ്? പിന്നെ എങ്ങനെയാണ് ഇത് ഗുണത്തിന് പുറത്തു വരുന്നത്? ഇതിങ്ങനെ പല ചോദ്യങ്ങള് അർജുനന്റെ മനസ്സിൽ ഉദിക്കുകയാണ്. അപ്പൊ അതനുസരിച്ച് അതിന്റെ ഉത്തരമായിട്ടാണ് ഭഗവാൻ പറഞ്ഞത് ഭൂയേവ പ്രവിശ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം. ഏത് ജ്ഞാനം? ജീവാത്മാവും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചുള്ള ജ്ഞാനം. അതാണ് 13. അതിനേക്കാൾ, ആ ജ്ഞാനത്തിനേക്കാൾ കൂടുതൽ വലിയ ജ്ഞാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ജ്ഞാനം എങ്ങനെയാ ബന്ധം ഉണ്ടാക്കാൻ പുറത്ത് എങ്ങനെയാ വരുന്നതെന്ന് അവസാനം ഈശ്വരത്തോടെ ക്ഷേത്രജ്ഞോ ഏവമന്തരം ജ്ഞാനചക്ഷുഷ ഭൂതപ്രകൃതിമോക്ഷം ച. ഭൂതപ്രകൃതിമോക്ഷം ച, പ്രകൃതിയിൽ നിന്ന് ഭൂതത്തിന്റെ മോക്ഷം ചെയ്യേ വിദുര്യാന്തേപരം. അപ്പൊ അതെങ്ങനെയാണ് ആ പ്രോസസ്സ്? 8 മുതൽ 12 ശ്ലോകങ്ങൾ ആ ജ്ഞാനത്തെ പറ്റി പറയുന്നു. അനാമിത്വം, ദമ്പിത്വം, പിന്നെ മാം അഭിവിചാരേണ ഭക്തിയോഗേന, ആചാര്യം, ആചാര്യ സേവനം, അങ്ങനെ പല മാർഗങ്ങളും, 20 മാർഗങ്ങൾ, 20 ജ്ഞാനത്തിന്റെ ഘടകം. അത് ഉപയോഗിച്ചുകൊണ്ട്, അത് മനസ്സിലാക്കിക്കൊണ്ട്, ആ ജ്ഞാനം ആർജിച്ചുകൊണ്ട് എന്നിട്ട് ഇന്ന് പുറത്തു വരാം. അപ്പൊ അതൊരു ജ്ഞാനമാണ്. എന്നാൽ ആ ജ്ഞാനത്തിനേക്കാൾ കൂടുതൽ ഉത്തമമായിട്ടുള്ള, ഇപ്പൊ ഇവിടെ പരം എന്ന് വാക്കുണ്ട്, ഉത്തമം എന്ന് വാക്കുണ്ട്. പരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ്. ഉത്തമം എന്ന് വെച്ചാൽ എന്താണ്? ബെസ്റ്റ്. സോ ഐ വിൽ എക്സ്പ്ലെയിൻ ടു യു the highest of all knowledge, which is also the best of all knowledge. ഇതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതുവഴി എങ്ങനെയാണ് ഗുണങ്ങളെ പറ്റിയുള്ള സകല നോളജും, എങ്ങനെയാണ് ജീവാത്മാവ് ഗുണത്തിൽ നിന്ന് പെടുന്നതും, എങ്ങനെയാണ് ഗുണത്തിൽ പുറത്തു വരാൻ കഴിയുന്നതും, ഇതിനെക്കുറിച്ച് ബാക്കി മുമ്പ് പറഞ്ഞ ജ്ഞാനത്തിനേക്കാൾ കൂടുതൽ വ്യത്യാസമായ, കൂടുതൽ ഉയർന്ന രീതിയിൽ, ഇതിനേക്കാൾ വളരെ ഉത്തമമായ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അത് അങ്ങനെ ആ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ ജ്ഞാനം കിട്ടി കുറച്ച് ആൾക്കാരുണ്ട്. ആരൊക്കെയത്? ജ്ഞാത്വാ മുനയാ സർവേ. മുനയാ വൺ ഹു മെഡിറ്റേറ്റ്സ്. അപ്പോൾ ഈ നോളജ്, ഈ പറഞ്ഞ ജീവാത്മാനെ കുറിച്ചൊരു നോളജ്, ഇതിനെക്കുറിച്ച് നോളജ്, ഇതിലിങ്ങനെ മനസ്സെപ്പോഴും മനനം ചെയ്ത്, എന്നൊരു ഈ പറഞ്ഞ ആൾക്കാരുണ്ട്. they perfect themselves. സിദ്ധി, പരമമായ സിദ്ധി അവരെ സംബന്ധിച്ച്, ആ സിദ്ധി ജീവാത്മാവിനെ കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ആലോചിച്ച് മണ്ണം ചെയ്യുമ്പോൾ ജീവാത്മാവ് മോക്ഷം നേടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ, ആ മുനിയെ സംബന്ധിച്ചോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മൻ സുബ്രഹ്മണ്യ ഉദ്ദേശിക്കുന്ന ബ്രഹ്മന്റെ പൃഷ്ഠാവസ്ഥ അല്ലെങ്കിൽ സുബ്രഹ്മണ്യയുടെ
ശ്രദ്ധിക്കാൻ വിശ്വസിക്കുന്ന ഈ പറഞ്ഞ അദ്വൈതവാദികളെയും പറയാം, അവർക്ക് അവരുടെ പെർഫെക്ഷൻ തരാൻ പറ്റും. അല്ലെങ്കിൽ ഭക്തനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഗുണത്തിന് പുറത്തു വന്ന് ഭഗവാന്റെ ആശ്രയത്തിൽ അവസാനം അവിടെ വരുന്നുണ്ട്. അവിടെ അവസാനം ഭഗവാനെ ആശ്രയിക്കാനാണ് അവിടെ പറഞ്ഞത്. വിചാരയാണ് അവസാനം പറയുന്നത്. ഭക്തനെ സംബന്ധിച്ചാണെങ്കിൽ ഇതിൽ നിന്ന് പുറത്തു വന്നിട്ട് ജീവാത്മാവിന്റെ സ്വരൂപമായിരിക്കുന്ന ഭഗവാന്റെ സേവകനായിട്ട് മാറി എന്നിട്ട് ഭഗവാന്റെ ധാമം തിരിച്ചു പോകാം എന്ന നിലയിലും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കാരണം ധാരാളം ആൾക്കാര് മുനിമാര് ഈ സ്ഥിതി നേടിയിട്ടുണ്ടെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. ഇതം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമ്യമാഗതാഃ സർഗേവീനോപജായന്തേ പ്രളയേന വ്യഥന്തി ച. ഈ ജ്ഞാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എൻ്റെ ഇതിന് സമാനമായ അതീന്ദ്രിയ ഭാവത്തെ പ്രാപിക്കാൻ കഴിയും. അങ്ങനെ ഉറച്ചു നിന്നു കഴിഞ്ഞാൽ ഒരുവൻ സൃഷ്ടികാലത്ത് ജനിക്കുകയുമില്ല, പ്രളയകാലത്ത് ആകുല ചിത്തനുമാവില്ല. അപ്പോ ഇതിന്റെ ഗുണം എന്താണ്? ഈ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തുല്യമാകാം. എനിക്ക് തുല്യമാകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണപരമായിട്ട് എന്റെ ഗുണത്തിൽ വരാൻ പറ്റും. നമുക്ക് എപ്പോഴും പറയുന്നതാണ്, ഭഗവാൻ ഇതിലാണ് നിൽക്കുന്നത്, ഭഗവാന്റെ ഇതിലാണ് ഭഗവാൻ നിൽക്കുന്നത്, എപ്പോഴും നിൽക്കുന്നത് ഇന്റർണൽ പൊട്ടൻസി അല്ലെ, ആന്തരിക ശക്തി. ഭഗവാൻ എപ്പോഴും ആന്തരിക ശക്തിയിലാണ് നിൽക്കുന്നത്. ബഹിരംഗ ശക്തിയുടെ ബഹിരംഗ ശക്തി ഭഗവാനിൽ നിന്നാണ് വരുന്നത്, പക്ഷേ ഭഗവാന്റെ ബഹിരംഗ ശക്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആന്തരിക ശക്തിയിലാണ് ഭഗവാൻ എപ്പോഴും നിൽക്കുന്നത്. ആന്തരിക ശക്തി വെച്ചാൽ പ്ലഷർ പൊട്ടൻസിയുടെ ഭാഗമാണ്, സച്ചിദാനന്ദാണ്. എന്ന് വെച്ചാൽ അതാണ് ഭഗവാന്റെ ഒറിജിനൽ നേച്ചർ. അതാണ് ആ ഭഗവാന്റെ ഒറിജിനൽ നേച്ചർ എന്താണോ, ഭഗവാന്റെ അംശമായ നമ്മുടെ ഒറിജിനൽ നേച്ചർ അത് തന്നെയാണ്. ആ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ആ സ്വഭാവം, അല്ലെ പ്രകൃതി, സ്വപ്രകൃതി, ഈ ജ്ഞാനം വഴി നമുക്ക് നേടിയെടുക്കാൻ കഴിയാണ്. അപ്പോ ആ ഭഗവാനുമായിട്ട് ഒരു തുല്യത നമുക്ക് പ്രാപിക്കാം. ഭഗവാനുമായിട്ട് ഗുണപരമായിട്ടുള്ള തുല്യത നമുക്ക് പ്രാപിക്കാം. ശങ്കരാചാര്യ ശരിക്കും രണ്ടും ഒന്നൊന്നില്ല അവതരിപ്പിക്കുന്നു. കാരണം അദ്ദേഹം പറയുന്നത് ഭഗവത്ഗീതയിലെ സയൻസ് പ്രകാരം ക്ഷേത്രജ്ഞനും ഭഗവാനും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ വ്യത്യാസം ഉണ്ടെന്ന് അവിടെ പറയുന്നില്ല. എന്ന് വെച്ചാൽ അവരുടെ ശങ്കരാചാര്യരെ പറയുമ്പോൾ 13ാം അധ്യായത്തില് 2ാമത്തെ ശ്ലോകത്തില് നമ്മൾ പറയുന്ന 2 ക്ഷേത്രന്മാരെ പറ്റിയാണ്. ക്ഷേത്രജ്ഞൻ ചാഭിമാം വിധി സർവക്ഷേത്രേഷു ഭാരതാമയോ. ഒരു ക്ഷേത്രജ്ഞൻ ജീവാത്മാവ് ആ ശരീരത്തിന്റെ വേറെ ക്ഷേത്രത്തിൽ പരമാത്മാവായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശങ്കരാചാര്യ അങ്ങനെയല്ല പറയുന്നത്. അത് ഒരൊറ്റ ജീവാത്മാവിന്റെ ഉണ്ട്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഒറ്റ ക്ഷേത്രജ്ഞൻ മാത്രമാണെങ്കിൽ ആ ക്ഷേത്രജ്ഞൻ ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല, ഭഗവാൻ തന്നെയാണത്. അപ്പൊ ആ രീതിയിലാണ് ശങ്കരാചാര്യര് ഈ ശ്ലോകത്തെ വ്യാഖ്യാനിക്കുന്നത്. 13ാം അധ്യായത്തിന്റെ 2ാം ശ്ലോകത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് പറയുന്നത്. എന്നുവെച്ചാൽ 13ാം ശ്ലോകത്തിന്റെ 22ാം ശ്ലോകത്തിന്റെ അവരുടെ ഇന്റർപ്രിട്ടേഷൻ, അല്ലെ ശ്ലോകം അങ്ങനെയല്ല പറയുന്നത്. ആ ശ്ലോകത്തിനെ കുറിച്ച് അവരുടെ കാഴ്ചപ്പാട്, അല്ലെ അവർ മനസ്സിലാക്കിയ വിധം ഇങ്ങനെയാണെങ്കിൽ അതനുസരിച്ചിട്ടാണ് ഈ 14ത്തെ 2ാം ശ്ലോകം. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ 13ാമത്തെ 3ആണത്. കാരണം രാമാനുജാചാര്യയും ശങ്കരാചാര്യയും ഇപ്പൊ ആദ്യത്തെ ശ്ലോകമില്ല, അർജുനന്റെ ചോദ്യങ്ങള് ചില അധ്യായങ്ങളിലില്ല, ചില വേർഷൻസിലില്ല. നമ്മുടെ ബുക്കില്, നമ്മുടെ വൈഷ്ണവ ആചാര്യന്മാരുടെ ബുക്സിലെല്ലാം ഈ പറഞ്ഞ ശ്ലോകമുണ്ട്. ആദ്യത്തെ ശ്ലോകമുണ്ട്, അർജുനന്റെ ചോദ്യങ്ങൾ. 2ആയാലും 3ആയാലും സംഗതി അതാണ്. ക്ഷേത്രജ്ഞം ചാഭിമാമിതി സർവക്ഷേത്രേഷു ഭാരത എന്ന ശ്ലോകം പറയുമ്പോ നമ്മൾ പറയുന്നു ഒരു ശരീരത്തില് ക്ഷേത്രജ്ഞൻ ആയിട്ട് ജീവാത്മാവുണ്ട്, വേറെ പരമാത്മാവുണ്ട്. എല്ലാ ശരീരവും മനസ്സിലാക്കിയ അല്ലെങ്കിൽ അറിവുള്ള, എല്ലാ ശരീരത്തിനെ കുറിച്ചുള്ള നോളജ് അല്ലെങ്കിൽ ജ്ഞാനമുള്ള പരമാത്മാവുണ്ട്. ഇവരങ്ങനെയല്ല.
പക്ഷെ എന്ത് തന്നെയായാലും ശരി, ഇവിടെ പ്ലൂറലിനെ ഉപയോഗിക്കണം. എന്താണ് സർഗേവി നോവുജായന്തേ, ഇത് പ്ലൂറലാണ്. അതെന്ന് വെച്ചാൽ ധാരാളം വ്യക്തികൾ, ധാരാളം ജീവാത്മാക്കള്, ഋഷിമാര്, ഭക്തന്മാര് പലരും ഈ ജ്ഞാനം ഉപാസിക്കുക ചെയ്യുന്ന ഈ പല ഭഗവാൻ വിവരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ആചാര്യനിൽ നിന്ന്, ഗുരുവിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഈ ആചാര്യൻ ഉപാസിക്കുക ഈ ജ്ഞാനം ഒരു ഗുരുവിൽ നിന്ന് മനസ്സിലാക്കിയിട്ട്, ഭഗവാൻ ഉപദേശിച്ച ഈ ജ്ഞാനം ഗുരുവിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ ആ ഭാവത്തിലെത്തുന്നു. ഏത് ഭാവം? ആനന്ദസ്ഥമായിട്ടുള്ള ഭാവത്തിലെത്തുന്നു. അപ്പൊ അവിടെ പല ആൾക്കാരെത്തുന്നുണ്ട്, ധാരാളം ആൾക്കാരെത്തുന്നുണ്ട്. സിംഗുലർ അല്ല, പ്ലൂറലാണ് അവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്ഷത്തിന് ശേഷവും ഇവര് വ്യക്തിത്വം നിലനിർത്തുന്നു അർത്ഥം. മോക്ഷത്തിന് ശേഷം ഇവരെല്ലാം കൂടി ഒന്നായിട്ട് ഒരു സിംഗിൾ എൻറ്റിറ്റി ആവുന്നില്ല. സർഗേവി നവജായത് സർഗം വരുമ്പോൾ ഇവരാരും വരുന്നില്ല. പ്രളയ സമയത്ത് ഇവരതിൽ പെടുന്നില്ല. ഇവർ അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇവരെന്ന് പറയുമ്പോ അത്രയും ധാരാളം ആൾക്കാരായി. അപ്പൊ ഇവരെല്ലാം കൂടി ഒന്നായി മാറുന്നില്ല. അപ്പൊ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പറഞ്ഞ ഭഗവാൻ ജീവാത്മാവും ഭഗവാനും നമ്മുടെ വ്യത്യാസം എന്താണ്. അവരെ ഇൻഡിവിജ്വാലിറ്റി കീപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി ഒന്നാവുന്നില്ല. എല്ലാം കൂടി ഒന്നായാലേ ഇവർ ആകെ ഒന്നാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ ക്ഷേത്രജ്ഞൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതല്ല, ഇങ്ങനെയാണ് ചക്ര സോറി ബൽദേവ് വിദ്യാഭൂഷൺ അദ്ദേഹം ഋഗ്വേദ ഒരു ശ്ലോകം കൂട്ടിയുന്നത്. അത് നമ്മൾ സാധാരണ നമ്മൾ ഈ ഇനിഷ്യേഷൻ സമയത്ത് ഹവൻ ചെയ്യുമ്പോൾ ചെയ്യുന്ന ശ്ലോകമാണത്. എന്താണ്? ഓം തദ് വിഷ്ണു പരമം പദം സദാ പശ്യന്തി സൂരയോഹോ. ഓം തദ് വിഷ്ണു പരമപദത്തിലിരിക്കുന്ന വിഷ്ണുവിനെ സദാ പശ്യന്തി സൂരയോ. പശ്യന്തി സൂര്യ പ്ലൂറലാണ്. ഭക്തന്മാർ കാണുന്നു. പശ്യതി എന്ന് പറയുന്നത് സിംഗുലർ ആണ്, പശ്യന്തി എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്. ഇവിടെ ഉപജായത എന്ന് പറയുമ്പോൾ സിംഗുലർ, ഉപജായന്തേ എന്ന് പറയുമ്പോൾ പ്ലൂറലായി. അപ്പോൾ സദാ പശ്യന്തി സൂര്യയോഹോ, സൂര്യാചയും ഭക്തന്മാര് അവർ പ്ലൂറലാണ്. അപ്പൊ എപ്പോഴും മോക്ഷം നേടിയ ഭഗവാനെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തന്മാർ എന്ന് പറയുമ്പോ അവിടെ ഒന്നിലധികം ഭക്തന്മാര് ഇതിന് ശേഷവും തുടരുന്നു. മുക്തിക്ക് ശേഷവും അവര് അവരുടെ വ്യക്തിത്വം നിലനിർത്തുന്നു. ആകെ കൂടി ഒരു എവിടെയാണ് തുല്യത വരുന്നത്? എവിടെയാണ്? ആ ക്വാളിറ്റി ഭഗവാന്റെ അതേ സാധർമ്യം സിമിലാരിറ്റി ഇൻ നേച്ചർ, ആനന്ദമായി. അപ്പോ ജീവാത്മാവ് സ്വാഭാവികമായിട്ടും ആനന്ദമയമാണ് എന്ന് നേരത്തെ പറഞ്ഞ് ഇവിടെ സ്ഥാപിക്കാനാണ്. അദ്വൈതികൾ എന്താണ്? ഇവിടെ എത്തുമ്പോ ഭൗതിക പ്രകൃതിയുമായിട്ട് മുട്ടുമ്പോഴാണ് പ്രകൃതിക്ക് അല്ല ജീവാത്മാവ് ആസ്വാദനാകുന്നത്. പുരുഷ പ്രകൃതി ഭുക്തേ പ്രകൃതിജയ ഗുണം എന്ന് പറയുമ്പോഴാണ് ഇത് പ്രകൃതിയുമായിട്ട് കൂട്ടിയിണങ്ങുമ്പോഴാണ് ഈ ജീവാത്മാവ് ആസ്വാദനമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ആസ്വാദനങ്ങളും വെരാഗേറ്റ്നെസ്, പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ, പലതരത്തിലുള്ള ഡിഫറൻസിയേഷൻസ്, അതെല്ലാം നമ്മൾ ബഹുവിധമായിട്ടുള്ള കാര്യങ്ങൾ. ഈ ബഹുവിധമായ കാര്യങ്ങൾ ഭൗതികത്തിലുള്ളൂ. അധ്യാപനത്തിൽ ആകെ ഒന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ അവിടെ യാതൊരു ആക്ടിവിറ്റീസ് ഇല്ല, വെറും പ്യുവർ കോൺഷ്യസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്നുള്ള അവരുടെ ജ്ഞാനത്തിന്റെ ആ ജ്ഞാനം ശരിയല്ല. അത് ഡിഫക്റ്റ്. കാരണം ജീവാത്മാവിന്റെ നേച്ചറും ഭഗവാന്റെ നേച്ചർ എപ്പോഴും ആനന്ദപരമാണ്. അതേ നേച്ചർ ജീവാത്മാവിന്റെ ആനന്ദമയമാണ് അവരുടെ. ഈ ആനന്ദം എന്നുള്ള ഇവര് പറഞ്ഞ ഞങ്ങൾ ആനന്ദം ഉണ്ട്. ഈ പറഞ്ഞ എന്താ പറയാ പ്യുവർ കോൺഷ്യസ്നസ്, യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്, അവിടെ ഒരു ആനന്ദം അനുഭവിക്കുന്നു. ബ്രഹ്മനെ കുറിച്ച് നോളജ് അവിടെ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 27-ാം ശ്ലോകത്തില് ഇതിനെ പറ്റി പറയുന്നുണ്ട്.
ഏതാണ് ബ്രഹ്മൻ? 28-ാം ശ്ലോകത്തിലേക്ക് 27-ാം ശ്ലോകത്തില് ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം എന്ന ശ്ലോകത്തില് ബ്രഹ്മന്റെ ക്വാളിറ്റീസ് അവിടെ പറയുന്നുണ്ട്. ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാം അമൃതസ്യ വ്യയസ്യ ച ശാശ്വതസ്യ ധർമ്മസ്യ സുഖസ്യ ഏകാന്തികസ്യ ച. ശാശ്വതം ആത്യന്തിക സുഖത്തിന്റെ മൂലസ്ഥാനവും വ്യക്തിശൂന്യ ബ്രഹ്മത്തിന്റെ സ്ഥാനവും ഞാൻ തന്നെ. എന്നുവെച്ചാൽ ബ്രഹ്മന്റെ ആ ശാശ്വതമായിട്ടുള്ള ആനന്ദാവസ്ഥ, ബ്രഹ്മസൗഖ്യം അനന്തം എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ജീവാത്മാവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രഹ്മവാദികൾക്ക് അക്ഷര ബ്രഹ്മത്തിനെ ഉപാസിക്കുന്നവർക്ക് അവരെ സംബന്ധിച്ചോളം ഇതാണ് ഏറ്റവും വലിയ സുഖം. അപ്പൊ ആ ആനന്ദം എന്നുള്ളത് ഈ പറഞ്ഞ നിശ്ചലമായിട്ടുള്ള ആനന്ദമാണത്. കാരണം അവിടെ യാതൊരു ആക്ടിവിറ്റീസ് ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ നിശ്ചലമായിട്ട് നിൽക്കുമ്പോൾ ഒരുതരം ആനന്ദം ഉണ്ടാകുന്നു. പക്ഷെ അങ്ങനത്തെ ആനന്ദമല്ല ഭഗവാന്റെ ആനന്ദം. ഭഗവാന്റെ ആനന്ദം എന്ന് വെച്ചാൽ ഇപ്പൊ ഉണർവുള്ള ആനന്ദമാണ്. ആനന്ദത്തില് ആക്ടിവിറ്റി വരുന്നുണ്ട്. ഈ ആക്ടിവിറ്റി എന്നുള്ള ഗുണങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ, ഭൗതികമായിട്ടുള്ള യാതൊരു ബന്ധമില്ലാതെ, ഭൗതികമായി തീണ്ടിയിട്ട് അത് അശുദ്ധിയില്ലാത്ത ശുദ്ധിയായിട്ടുള്ള ആ കർമ്മമാണ് ഭക്തി, ശരിയായിട്ടുള്ള ഭക്തി. അപ്പൊ അവിടെ ആക്ടിവിറ്റീസ് ഉണ്ട്, ഡിവോഷൻ ആക്ടിവിറ്റീസ് ഉണ്ട്. കാരണം ഭഗവാൻ സേവ സ്വീകരിക്കുന്ന ആളാണ്, സേവയിൽ ആനന്ദം കൊള്ളുന്ന ആളാണ്. അപ്പോൾ വെറൈക്കേറ്റഡ്നെസ്, സ്പിരിച്വൽ വെറൈക്കേറ്റഡ്നെസ്. കൊലമൃത നമ്മൾ പറയാം, ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള ഡാൻസ്, ഓരോ തരത്തിൽ സ്റ്റെപ്സ് വേറെ വേറെയാണ്. പലതര ഏത് ആക്ടിവിറ്റീസ് എടുത്താലും അതിന് വൈവിധ്യങ്ങൾ നിറയുന്നുണ്ട്. ആക്ടിവിറ്റീസ് എപ്പോഴും ഉണ്ട് അവിടെ. ഇത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട്, അപ്പൊ ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ നേച്ചറിനെ കുറിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള നോളജ് ഇല്ലാത്തതുകൊണ്ടും, തന്മൂലം ജീവാത്മാവിന്റെ നേച്ചറും തമ്മിലുള്ള ശരിയായിട്ടുള്ള നോളജ് ഇല്ലാത്തതുകൊണ്ട് ഇവരെങ്ങനെ പറയും? അപ്പൊ ഇവിടെ ഈ ജ്ഞാനം ഇവരെ പറയുമ്പോൾ ശ്രീല പ്രഭാത പപ്പട്ടിൽ പറയുന്നുണ്ട്, ഭൗതിക ലോകത്തിൽ നമുക്ക് കിട്ടുന്ന ഏത് ജ്ഞാനമായിട്ടും അത് ഗുണസംബന്ധമായിട്ട് ജ്ഞാനമാണ്. ഏത് ജ്ഞാനത്തും, എഞ്ചിനീയറിംഗ്, ഫിസിക്സ്, കെമിസ്ട്രി, ഡോക്ടറേറ്റ്, ഏത് സബ്ജക്റ്റിലാണ് ശരി, ഈവൻ ഫിലോസഫി നോക്കിയാലും ശരി, അത് ഗുണാടിസ്ഥാനത്തിലാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഗുണം ഏതാണോ അതനുസരിച്ചിട്ടുള്ള സബ്ജക്റ്റിനോടായിരിക്കും അല്ലെങ്കിൽ ജ്ഞാനത്തിനോടായിരിക്കും നമുക്ക് കൂടുതൽ താല്പര്യം. 18-ാം അധ്യായത്തിനുമ്പോൾ സത്വ ഗുണത്തിലുള്ള ജ്ഞാനം, തമോ ഗുണത്തിലുള്ള ജ്ഞാനം, രജോ ഗുണത്തിലുള്ള ജ്ഞാനം ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏത് ഗുണത്തിലാണ് നമ്മൾ കൂടുതൽ നിൽക്കുന്നത് അതനുസരിച്ചുള്ള ജ്ഞാനമായിരിക്കും നമ്മൾ സ്വീകരിക്കുക. സത്വ അത് ഇനി വരുന്ന ശ്ലോകങ്ങൾ വരുന്നുണ്ടത്. സത്വഗുണത്തിലെ ജ്ഞാനം ഏതൊക്കെയാണ്, രജോ ഗുണത്തിലെ ജ്ഞാനം എന്തൊക്കെയാണ്, അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് പറയും. എന്ത് തന്നെയാണ് ശ്രീ ഈ പറഞ്ഞ ജഗത്തിരിക്കുന്ന നോളജ് എന്ന് പറഞ്ഞാൽ ഗുണസംബന്ധമായിട്ടുള്ള നോളജാണ്. എന്നാൽ അതിനെ അപ്പുറം കിടക്കുന്ന നോളജ് അതീന്ദ്രിയം, ഇന്ദ്രിയം, ഇന്ദ്രിയത്തിന് അപ്പുറമുള്ളത്. കാരണം ഗുണങ്ങൾ ആക്ട് ചെയ്യുന്നതിൽ കൂടെയാണ്, ഇന്ദ്രിയങ്ങൾ വഴിയാണ്. അപ്പൊ ഈ പറഞ്ഞ ഗുണമായിട്ട് ചേർന്നിരിക്കുന്ന ഇന്ദ്രിയങ്ങളെക്കാൾ അപ്പുറം കിടക്കുന്ന അതീന്ദ്രിയമായിട്ടുള്ള നോളജ്, ആ നോളജ് വന്നു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ ശുദ്ധീകരിക്കും. കാരണം ഇന്ദ്രിയങ്ങൾ അവിടെ ഉണ്ട് എപ്പോഴും. അപ്പൊ പ്യുവർ ആയിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൂടെ മാത്രമേ ഈ നോളജ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതേ സമയത്ത് നമ്മൾ ബദ്ധാവസ്ഥയിരിക്കുമ്പോൾ ഗുണവുമായിട്ട് ചേർന്നിട്ടുള്ള ആ വഴി ഉണ്ടാകുന്ന നോളജ് ഉണ്ട്. അപ്പൊ ആ നോളജ് പരമല്ല, സുപ്രീം അല്ല. അപ്പൊ ഇവിടെ നിന്നാണ് പരംജ്ഞാനമാണ് എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധമില്ലാത്തത്, ഗുണങ്ങളുമായിട്ട് ബന്ധമില്ലാത്തത്, ഗുണത്തിന് അതീന്ദ്രിയമായിട്ടുള്ള ആ നോളജ്. അപ്പൊ അവിടെ പറഞ്ഞ ജീവാത്മാവ് പരമാത്മാവിന്റെ ആ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ക്വാളിറ്റി വൈസ് ജീവാത്മാവും ഭഗവാൻ തമ്മിൽ ഒന്നായി മാറുകയാണ്.
പക്ഷേ വ്യക്തിത്വം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യം എത്ര കേട്ടാലും ശരി അത് മുഴുവൻ ഉറക്കില്ല. അത് പല ആംഗിൾ കൂടെ പറഞ്ഞിട്ട് ഇതിങ്ങനെ സ്ഥിരീകരിക്കുകയും ചെയ്യും. അപ്പോൾ ജീവാത്മാവ് ഭഗവാനുമായിട്ട് ഗുണസദൃശനാണ്, അല്ലാതെ ഭഗവാനുമായിട്ട് പൂർണ്ണമായിട്ടും ഒന്നാകുന്നില്ല എന്നാണ് സബ്ജക്റ്റ്. അപ്പൊ അങ്ങനെയുള്ള നോളജ് കിട്ടിയ ആൾക്കാർക്ക് എല്ലാവിധ ആത്മീയ ഗുണങ്ങളും യസ്യാസ്യ ഭക്തി ഭഗവതി അകിഞ്ചന സർവൈ ഗുണൈസ് തത്വ സമാസിതാ സുരാഹ. തത്വ സമാസിസുര സുരഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ഗുണങ്ങൾ, ആത്മീയമായ ഗുണങ്ങള് തന്നെത്താൻ എത്തിച്ചേരും. തന്നെത്താൻ നമ്മൾക്ക് വന്നുവരും അവിടെ ആ ഗുണങ്ങൾ, ആത്മീയ ഗുണങ്ങൾ. ഭഗവാനെ സേവ ചെയ്യുന്നു. അങ്ങനെ ഈ ഗുണം ജ്ഞാനം ആർജിച്ച ആൾക്ക് അതിന് ഒരിക്കലും വീണ്ടും സൃഷ്ടിയിൽ വരുന്നില്ല. സൃഷ്ടിയിൽ വരുന്നില്ലെങ്കിൽ പ്രളയത്തിലും വരുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. സർഗേബി നോജായന്തേ. സൃഷ്ടിയിൽ നിന്നും ആ പറഞ്ഞ BODD സൈക്കിൾ, ഭൗതിക ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന BODD സൈക്കിളിൽ നിന്ന് പുറത്ത് എന്ന് വെച്ചാൽ മോക്ഷം ലഭിച്ചു. ഈസ് നൗ അഗെയിൻ കമ്മിങ് ബാക്ക്. അപ്പൊ ആണ് ഇവിടെ ലിബറേഷനെ പറ്റി പറയുന്നത്. ലിബറേഷൻ. അപ്പൊ ഇനി അടുത്ത രണ്ട് ശ്ലോകങ്ങളില് എങ്ങനെയാണ് ബന്ധിക്കപ്പെടുന്നത്, എങ്ങനെയാണ് അതിനെ കാരണം എന്താണ്, അത് നേരത്തെ പറഞ്ഞു. അത് പറയുന്നത് 20-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. യാവത് സഞ്ജായത കിഞ്ചിത് സത്വം സ്ഥാവര ജംഗമം ക്ഷേത്രജ്ഞ സംയോഗ തദ്വിധി. അതിന്റെ എക്സ്പാൻഷൻ ആണ് അടുത്ത രണ്ട് ശ്ലോകം 3-4. ഒന്നും അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. पंचकल्पतरुश्च कृपा सिन्धुभ्यश्च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। अनंत कोटि वैष्णव की जय। शिला प्रभुपाद की जय। श्रीमद् भगवद गीता क्लास की जय। जय हो।